ഡോക്ടർ കെ ടി ജലീൽ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ വി ജോയ്. സർ, ഈ മൈസ് ടൂറിസം കേരളത്തിൻ്റെ സാധ്യതയായി വളരുകയാണ്. മൈസ് ടൂറിസത്തിലേക്ക് വൻകിട കമ്പനികളെ ആകർഷിക്കുവാൻ പ്രത്യേക പ്രചാരണം നടത്തുമോ? വർക്കലയെ അതിൽ കൂടി ഉൾപ്പെടുത്തുമോ? വർക്കലയുടെ ടൂറിസം സെൻ്ററാണ് ഏറ്റവും വലിയൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് വർക്കല. അവിടെ ക്ലിഫ് സംരക്ഷണം കൂടി ശ്രദ്ധിക്കുമോ? യെസ് മിനിസ്റ്റർ. സർ, കോവിഡിന് ശേഷം കണ്ടൊരു പുതിയ ട്രെൻഡാണ് സർ ഈ മൈസ് ടൂറിസം. നമ്മുടെ സർക്കാർ ഇക്കാര്യത്തിൽ വളരെ നേരത്തെ തന്നെ ചില ആലോചനകൾ നടത്തിയിട്ടുണ്ട് സർ. മീറ്റിംഗ്സ്, ഇൻസെൻറ്റീവ്സ്, കോൺഫറൻസസ്, എക്സിബിഷൻസ്, ഇങ്ങനെ ഈ മൈസ് ടൂറിസത്തിൻ്റെ പ്രത്യേകതയുടെ ഭാഗമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മീറ്റിംഗ് നടത്താനും കോൺഫറൻസുകൾ സംഘടിപ്പിക്കാനും എക്സിബിഷൻ നടത്താനും ഒക്കെയായി പല രാജ്യങ്ങളിലേക്കും പോവുകയാണ്. ഇത് നമുക്ക് ഏറ്റവും സാധ്യതയുള്ളതാണ്. ഇതിൻ്റെ ഭാഗമായി ഇപ്പോൾ തന്നെ ടൂറിസം വകുപ്പ് എടുത്തൊരു തീരുമാനമുണ്ട്. ഈ 2025 കൊച്ചിയിൽ വെച്ച് മൈസ് ടൂറിസത്തെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു വലിയ കോൺക്ലേവ് സംഘടിപ്പിക്കാനാണ്. അതിൻ്റെ നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ടൂറിസം ഇൻഡസ്ട്രിയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. ടൂറിസം ഇൻഡസ്ട്രി നേതൃത്വം കൊടുക്കുമ്പോൾ കേരള ട്രാവൽ മാർട്ട് തന്നെ അതിൻ്റെ നേതൃത്വപരമായ പങ്ക് വഹിക്കുന്നുണ്ട് സർ. അതിൽ വർക്കല നമുക്ക് വലിയ സാധ്യതയുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് മൈസ് ടൂറിസത്തിന്. അത് നമുക്ക് ഫലപ്രദമായി വർക്കലയെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മൈസ് ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാനുള്ള എല്ലാ ശ്രമവും ടൂറിസം വകുപ്പ് വഹിക്കുമെന്നുള്ളത് അറിയിക്കുകയാണ്.